ചൈൽഡ് ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾ 2 കുട്ടികളിൽ ഒതുക്കുന്ന 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ്പ് എടുത്തുകളയാൻ സർക്കാർ. ഇടതുപക്ഷ എംപിമാരിൽ നിന്നും റിഫോം യുകെയിൽ നിന്നും സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി സർക്കാർ ശരിയായ നടപടികൾ കൈക്കൊള്ളുമെന്ന വിശ്വാസമുണ്ടെന്നായിരുന്നു എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ പറഞ്ഞത്. വരുന്ന ശരത്കാല ബഡ്ജറ്റിൽ ഇത് നടപ്പിലാക്കിയാൽ പ്രതിവർഷം 3 ബില്യൺ പൗണ്ടിന്റെ ചെലവായിരിക്കും സർക്കാർ ഖജനാവിലുണ്ടാവുക. 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ്പ് മൂലം മാതാപിതാക്കൾക്ക് 2017 ശേഷം ജനിച്ച മൂന്നാമത്തെ കുട്ടിക്കായി യൂണിവേഴ്സൽ ക്രെഡിറ്റോ ചൈൽഡ് ടാക്സ് ക്രെഡിറ്റോ അവകാശപ്പെടാൻ കഴിയില്ല. അതിനു പകരമായി അധിക ബെനിഫിറ്റുകൾ 3-4 കുട്ടികൾക്കായി പരിമിതപ്പെടുത്താനാണ് റീവ്സിന്റെ വകുപ്പ് ആലോചിക്കുന്നത്. അതിനു പകരമായി ആദ്യ കുട്ടിക്ക് പരമാവധി ആനുകൂല്യങ്ങളും പിന്നീടുള്ള കുട്ടികൾക്ക് കുറവ് ആനുകൂല്യങ്ങളുമായി ഒരു ടേപ്പർ സിസ്റ്റം കൊണ്ടുവരാനും പദ്ധതിയുണ്ട്. യൂണിവേഴ്സൽ ക്രെഡിറ്റിലുള്ള തൊഴിലെടുക്കുന്ന മാതാപിതാക്കൾക്കായി മാത്രം ക്യാപ്പ് എടുത്തു കളയുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഇത് കൂടുതൽ ആളുകളെ തൊഴിലിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും എന്നാണ് ഈ നയത്തെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്.